Welcome to Mahima's cooking class. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബീറ്റ് സൂപ്പിന്റെ റെസിപ്പി കാണാം. ബീറ്റ്റൂട്ട് സൂപ്പ് അല്ലെങ്കിൽ ബീറ്റ് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുക്കർ ചൂടാക്കാം. ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബട്ടറാണ്. ബട്ടറാണ് നല്ലൊരു ഫ്ലേവറാണ് ഈ സൂപ്പിന്. ഒരു 1 ടീസ്പൂൺ ബട്ടർ മതി. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പം നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, കളർ മാറേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തതാണ്. ഏകദേശം ക്ലീൻ ചെയ്ത ശേഷം ഏകദേശം ഒരു 140 ഗ്രാം ഉണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ട്. നമ്മളിവിടെ ബട്ടർ ഉപയോഗിച്ചു. ബട്ടറിന് പകരം ന്യൂട്രൽ ആയിട്ടുള്ള ഏത് ഓയിൽ ഉപയോഗിക്കാം. ബട്ടറാണ് കൂടുതൽ ഫ്ലേവർ. ഇനി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളത്തിന് പകരം സ്റ്റോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഫ്ലേവറാണ്. 2 കപ്പ്. നമ്മൾ സ്റ്റോക്കിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. സ്റ്റോക്ക് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ രുചിയുമാണ്, കൂടുതൽ ന്യൂട്രീഷ്യസും ആവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ പ്രഷർ എല്ലാം റിലീസ്ഡ് ആയി കഴിഞ്ഞ ശേഷം തുറക്കും. ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്യൂറി ചെയ്യണം. അപ്പം നിങ്ങൾ സാധാരണ മിക്സിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ചൂടാറിയ ശേഷം പ്യൂറി ചെയ്യുക. ഇത് ചൂടോടെ അടിക്കാവുന്ന ബ്ലെൻഡർ ആയതുകൊണ്ട് ഞാൻ ബ്ലെൻഡറിലേക്ക് മാറ്റും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ എടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഹീറ്റ് ചെയ്യാം. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം. ഞാൻ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന മിക്സ്ചർ ഒന്ന് അരിച്ചൊഴിക്കാം. നന്നായിട്ട് ബ്ലെൻഡഡായി, കരിമായിട്ടൊന്നും ഇല്ല. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിടുക. ഒന്ന് തിക്കാവുന്ന വരെ കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ വെള്ളമോ സ്റ്റോക്കോ ചേർക്കാം. എത്ര തിക്നെസ് നമുക്ക് വേണ്ട അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. നല്ല ബോയിൽ വന്ന് നമുക്ക് വേണ്ട തിക്നെസ് ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് സൂപ്പ് ബോൾസിലേക്ക് മാറ്റാം. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സൂപ്പായിട്ട് 2 പേർക്ക് കഴിക്കാം. നല്ല ക്രീമി സൂപ്പാണ്. സൂപ്പ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ക്രീം ഒഴിക്കുകയാണ്.
ഒരു ബാംബൂ സ്ക്യൂവേഴ്സോ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുക്കുക. പാഴ്സലേ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്ലേവറിങ്ങിന് വേണേലും സൂപ്പിനകത്ത് പാഴ്സലേ കൊടുക്കാം. അല്ല ജസ്റ്റ് ഗാർണിഷിന് വേണ്ടി മാത്രം കുറച്ച് പാഴ്സൽ. ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി സൂപ്പാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ലൊരു ഹെൽത്തി സൂപ്പുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.